ഇന്ന് കവരത്തിയിൽ വെച്ചുകൊണ്ട് ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുകയുണ്ടായി. നിങ്ങൾ ഓരോരുത്തരും കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ 2 വർഷത്തിലേറെയായി ലക്ഷദ്വീപിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ലക്ഷദ്വീപിലെ ജനങ്ങളുടെ വോട്ടും വാങ്ങി പാർലമെന്റിലേക്ക് പോയ ഇന്നത്തെ ജനപ്രതിനിധി അബ്ദുള്ള സയ്യിദ് 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് കാഗതമാകുമ്പോൾ ഇന്നത്തെ ഭരണപക്ഷമായ കോൺഗ്രസ് ഒരു മാനിഫെസ്റ്റോ പുറത്തിറക്കുകയുണ്ടായി. ആ മാനിഫെസ്റ്റോ ഒന്ന് വായിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, അതിൽ പറയപ്പെട്ട ഒരു വിഷയം പോലും കൃത്യമായി ഇന്നത്തെ ഭരണപക്ഷം, ഇന്നത്തെ അബ്ദുള്ള ജനപ്രതിനിധിയായിട്ട് പാർലമെന്റിലേക്ക് പോയി ഒരു ശബ്ദം പോലും ഉയർത്തിയതായിട്ട് നാം കാണുന്നില്ല. ലക്ഷദ്വീപിലെ ഓരോ വെല്ലുവിളികളും എടുത്തു നോക്കുമ്പോൾ തീർച്ചയായും ഇന്നത്തെ കരട് നിയമങ്ങൾ ഇറക്കിക്കൊണ്ടിരിക്കുന്ന ലക്ഷദ്വീപിന്റെ ഭരണകൂടമായ അഡ്മിനിസ്ട്രേറ്ററായ പ്രഫുൽ ഗോദ പട്ടേൽ എന്ന അഡ്മിനിസ്ട്രേറ്റർ ഈ പറയപ്പെട്ട ലക്ഷദ്വീപിന്റെ മണ്ണിലേക്ക് ഓരോ കരട് നിയമങ്ങൾ ഇറക്കുമ്പോഴും ആ കരട് നിയമങ്ങൾക്കെതിരെ ഒരു ശബ്ദമുയർത്താനോ ഒരു പാർലമെന്റിലൊന്ന് അദ്ദേഹത്തിന്റെ പേരെടുത്ത് പറയാൻ പോലും ആണത്തം കാണിക്കാത്ത ഇന്നത്തെ മെമ്പർ ഓഫ് പാർലമെന്റ് നിങ്ങൾ ഇവിടെ കോലം കത്തിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഈ പറയപ്പെട്ട കവരത്തിയുടെ ഈ പാർട്ടി ഓഫീസിന് മുമ്പിൽ കോലം കത്തിച്ചിട്ടുണ്ടെങ്കിൽ, മിസ്റ്റർ അബ്ദുള്ള സയ്യിദ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആണത്തത്തോടെയും കല്ലോടത്തെയും പറയുന്നു, നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ വെല്ലുവിളിക്കുന്നു. നിങ്ങൾ ആനന്ദമുള്ള ഒരു മെമ്പർ ഓഫ് പാർലമെന്റാണെങ്കിൽ ഒരു വീഡിയോയിലെങ്കിൽ പോലും പട്ടേലിന്റെ പേരെടുത്തുകൊണ്ട് പ്രതിഷേധിക്കുമോ എന്ന് ഈ നിമിഷത്തിൽ വെല്ലുവിളിക്കാൻ ഞാൻ ആഗ്രഹിക്കാം. ഇന്ന് ലക്ഷദ്വീപിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു മാസത്തിലേറെ ഇറങ്ങിയ ഓർഡറുകൾ നമുക്കറിയാം. ഒരു വഴിയോരത്തിലൂടെ സഞ്ചരിക്കാൻ സ്വാതന്ത്ര്യമില്ല. ഒരു വീടെടുക്കണമെങ്കിൽ ഇന്നത്തെ ഭരണകൂടത്തോട് അനുവാദം ചോദിക്കണം. ഇന്നൊരു ഭൂമി വിൽക്കണമെങ്കിൽ ഇന്നത്തെ ലക്ഷദ്വീപിലെ കലക്ടറുടെ അനുവാദം വാങ്ങിക്കണം. ഇന്നത്തെ ലക്ഷദ്വീപിലെ യാത്രാ വിഷയങ്ങൾ എടുത്തു നോക്കിയാൽ ഇങ്ങനെ തുടങ്ങി ഓരോ കരട് നിയമങ്ങൾ ഇറക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പറയപ്പെട്ട മെമ്പർ ഓഫ് പാർലമെന്റ് എന്തുകൊണ്ടൊരു ശബ്ദമുയർത്താൻ നിങ്ങളെ കൊണ്ട് സാധിച്ചിട്ടില്ല? എന്നാൽ LDR പോലുള്ള പാസ്സായ ആക്ട് പോലുള്ള ലക്ഷദ്വീപിന്റെ മണ്ണിലേക്ക് കരട് നിയമങ്ങൾ ഇറക്കാൻ അങ്ങ് ഗുജറാത്തിൽ നിന്നെത്തിയ ദാമൻ ദ്വീപിലേക്ക് ചെയ്തു കൂട്ടിയ കരട് നിയമങ്ങൾ ഈ ലക്ഷദ്വീപിന്റെ മണ്ണിലേക്ക് നടപ്പിലാക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയപ്പോൾ ആ LDRും ആ പാസ്സായ ആക്ടും ഈ പറയപ്പെട്ട നിയമങ്ങളെല്ലാം നിങ്ങൾക്ക് പിൻവലിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, ആ പിൻവലിക്കുന്നതിന് പിറകിൽ ഒരു വൻമരമുണ്ടെങ്കിൽ ആ വൻമരത്തെ ഞങ്ങൾ PP മുഹമ്മദ് വൈസ് എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ പറയപ്പെട്ട ഓർഡറുകൾ എടുത്തു നോക്കി പ്രിയപ്പെട്ട കോൺഗ്രസുകാരോട് എനിക്ക് പറയാനുള്ളത്, ഈ പറയപ്പെട്ട റോഡുകൾ തടഞ്ഞപ്പോഴും ഈ പറയപ്പെട്ട ലക്ഷദ്വീപിന്റെ മണ്ണിലേക്ക് മദ്യമിറക്കില്ല എന്ന് പറഞ്ഞ് ലക്ഷദ്വീപിലെ ഓരോ ദ്വീപുകളിലേക്കും മദ്യമിറക്കിയപ്പോൾ ഈ പറയപ്പെട്ട ലക്ഷദ്വീപിലെ ഇത്രയേറെ 60,000 വരുന്ന ജനവാസമുള്ള ഈ ലക്ഷദ്വീപിന്റെ മണ്ണിലേക്ക് ഈ പറയപ്പെട്ട കപ്പലുകൾ, ഇത്ര കുറഞ്ഞ കപ്പലുകൾ ഉണ്ടായപ്പോൾ പാർലമെന്റിൽ പെർസ്പെക്ടീവ് പ്ലാനിനെ കുറിച്ച് പറഞ്ഞ PP മുഹമ്മദ് വൈസ് സാഹിബിന്റെ ആശയത്തെ പോലും തുടരാൻ കഴിയാത്ത ഇന്നത്തെ മെമ്പർ ഓഫ് പാർലമെന്റിനെ ഓരോ കരട് നിയമങ്ങൾ ഇറക്കുമ്പോഴും വെള്ളപൂശുന്ന പ്രിയപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരെ, നിങ്ങൾ ഓരോ നിമിഷവും വെള്ളപൂശുമ്പോൾ, നിങ്ങൾ ഓരോ നിമിഷവും നിങ്ങളുടെ നേതാവിനെ, നിങ്ങളുടെ മെമ്പർ ഓഫ് പാർലമെന്റിനെ നിങ്ങൾ ഓരോ തവണയും വെള്ളപൂശുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണം. നിങ്ങൾ ഈ വെള്ളപൂശുന്ന അതേ നിമിഷത്ത് മറുവശത്ത് ഈ നാട്ടിലെ ഭൂമി പിടിച്ചെടുക്കുന്നു, മറുവശത്ത് ഈ നാട്ടിലെ വഴിയോരങ്ങൾ തടയുന്നു, മറുവശത്ത് കപ്പലില്ലാതെ, യാത്രയില്ലാതെ, ടിക്കറ്റില്ലാതെ ദ്വീപിലെ ജനത വൻകരയിലേക്ക് എത്തിപ്പെടാൻ പറ്റാതെ, തിരിച്ച് വൻകരയിൽ നിന്ന് നാട്ടിലേക്ക് എത്തിപ്പെടാതെ ബുദ്ധിമുട്ടുന്നു. എന്നാൽ ഈ കരട് നിയമങ്ങൾ ഇറക്കുമ്പോഴും ഈ യാത്രാ പ്രശ്നങ്ങൾ നടക്കുമ്പോഴും ഇന്നത്തെ മെമ്പർ ഓഫ് പാർലമെന്റിന് ഈ വിഷയവുമായിട്ട് ഒരു അരമണി തൂക്കത്തിന്റെ ഒരംശം പോലും പ്രതിഷേധിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ഈ ലക്ഷദ്വീപിന്റെ മണ്ണിൽ വോട്ടും വാങ്ങിപ്പോയ പ്രിയപ്പെട്ട ഇന്നത്തെ ലക്ഷദ്വീപിലെ മെമ്പർ ഓഫ് പാർലമെന്റ് ഒന്നേ പറയാനുള്ളൂ, ഈ പറയപ്പെട്ട ലക്ഷദ്വീപിനെ പ്രതിനിധീകരിച്ച് നിങ്ങൾ പോയി പാർലമെന്റിലോ പൊതുവേദികളിലോ വീഡിയോയിൽ പോലും ഇന്നത്തെ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയാതെ വെറും അഡ്മിനിസ്ട്രേഷൻ എന്ന് മാത്രം പറഞ്ഞ് ഭയക്കുന്ന മെമ്പർ ഓഫ് പാർലമെന്റ്, നിങ്ങൾ ഓരോ തവണയും ഭയക്കുമ്പോഴും ഓരോ തവണ കരട് നിയമങ്ങൾ ഇറക്കുമ്പോൾ മൗനം മൂളുമ്പോഴും ഈ ലക്ഷദ്വീപ് ഇന്നൊരു ഭരണകൂടം പിടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്.